വെൽക്കം ടു ജാസസ് ഫുഡ് ബുക്ക്. നമുക്ക് മക്രോണി പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് മക്രോണി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതേ രീതിയിലുള്ളൊരു മക്രോണിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ മക്രോണി ഒന്ന് നമുക്ക് ഗ്രൈൻഡറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. മക്രോണി ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം. അതിലേക്കൊരു 4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഈ മക്രോണി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഒരു ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുത്തി ഈ മക്രോണി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ പായസം വെക്കുന്നത് ആ പാത്രത്തിൽ നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഓണാക്കുക. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇതിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിടുക. കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിനൊരു കയ്പ്പരസം വരും. ഇത് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിതിലേക്കൊരു 4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാൽ കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. നമ്മൾ ഈ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തത് കട്ട പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് നന്നായിട്ട് പാലിൽ കിടന്ന് അരിഞ്ഞു വയ്ക്കോളും. നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലേ, പാലൊഴിക്കുന്ന സമയത്ത് ഇതേപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്തത് കട്ട പിടിക്കും. കണ്ടില്ലേ? ഇതൊന്ന് നന്നായിട്ട് ഇതിലേക്കിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാര കാരമലൈസ് ചെയ്ത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്കൊരു 3 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മക്രോണി വേവിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് വെക്കുക. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുക. 2 നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നൊരു തിള വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇതിലേക്ക് കുറച്ച് നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മക്രോണി പായസം റെഡി ആയിട്ടുണ്ട്. ശരിക്കും പാലട പായസത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇതിൽ ഞാൻ എക്സ്ട്രാ നെയ്യ് ചേർത്തിട്ടില്ല കേട്ടോ. നെയ്യിൽ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇട്ടുന്നേ ഉള്ളൂ, അല്ലാണ്ട് എക്സ്ട്രാ നെയ്യ് ഒഴിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മധുരം പോരായ്ക ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, സീ യു.